أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الصمد അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ഇഖ്ലാസിലെ 2-ാം ആയത്താണ് ഓതി കേൾപ്പിച്ചത്. അർത്ഥം ഇപ്രകാരമാകുന്നു: അല്ലാഹു സർവാധിനാഥനാണ്, അതായത് സ്വാശ്രയനും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനുമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് സാനി പറയുന്നു, സമദ് എന്ന പദത്തിൻ്റെ അർത്ഥം ആരാലും ആശ്രയിക്കപ്പെടാത്തതും എന്നാൽ എല്ലാവരും അവനെ ആശ്രയിച്ചുമുള്ള അസ്തിത്വത്തെയാണ് പറയുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയുണ്ടായി, അതായത് ഒരു ദൈവമുണ്ട്, അവൻ ഏകനുമാണ്. ഇവിടെ അസ്സമദ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തെളിവാണ് നൽകിയിട്ടുള്ളത്. അതായത് മുകളിൽ പറഞ്ഞ ദൈവം അഹദാണ് എന്നതിൻ്റെ തെളിവാണ് ഈ ആയത്തിൽ സമദ് എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹു സമദ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത്. ഹുസൂർ പറയുന്നു, പല മുഫസ്സിരീന്മാരും ഈ ആയത്തിൻ്റെ തഫ്സീർ വിവരിച്ചുകൊണ്ട് പറയുന്നത്, ഈ പദം, അതായത് അസ്സമദ് എന്ന പദം, ഇത് ഇവിടെ വെറും ഒരു കാഫിയ കലാമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാഫിയ കലാം എന്ന് പറഞ്ഞാൽ റൈമിംഗ് വേർഡ്സ്, അതായത് അഹദ് എന്ന് പറഞ്ഞതിന് കാഫിയ കലാമായിട്ടാണ് സമദ് ഉപയോഗിച്ചിട്ടുള്ളത്. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് ശരിയാവാൻ വേണ്ടിയിട്ട് അതിനാണ് സമദ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പല മുഫസ്സിരീന്മാർ പറയുന്നുണ്ട്, ഹുസൂർ പറയുന്നു. പക്ഷേ ഹുസൂർ പറയുന്നു, ഇത് തികച്ചും തെറ്റാണ്. ഈ സൂറത്തിനെ നമ്മൾ സൂക്ഷിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഈ സൂറത്തിലെ ഓരോ ആയത്തും അതിൻ്റെ മുമ്പ് ഉള്ള ആയത്തിലെ വിഷയത്തെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു അഹദാണ്, ഏകനാണ്. അതിൻ്റെ തെളിവെന്താ? അവൻ സമദാണ്. ദുനിയാവിലെ സർവ്വതും അവനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അവനാണ് എല്ലാവരുടെയും ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നത്. അങ്ങനെയിരിക്കെ മറ്റ് ഒരു ദൈവത്തിൻ്റെയോ ആശ്രയത്തിൻ്റെയോ ആവശ്യമെന്തുണ്ട്? ഇസ്ലാം പറയുന്ന ദൈവം, ഇസ്ലാം മുന്നിൽ വെക്കുന്ന റബ്ബ്, അത് ഏകനായ സർവശക്തനായ സമദായ എല്ലാവരുടെയും ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന റബ്ബാണ്. ഇനി ഇതിന് പുറമെ ആരെങ്കിലും വേറെ ഒരു ദൈവം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഒരു സമദായ ദൈവത്തിന് പുറമെ മറ്റൊരു ദൈവമുണ്ട് അല്ലെങ്കിൽ മറ്റു ഒരു സമദായ ദൈവമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ ദൈവം ഒരു ലഘു ദൈവമാണ്. അതായത് ഉപയോഗ്യശൂന്യമായ, വെറുതെയുള്ള ഒരു അനാവശ്യമായ ഒരു ദൈവം. ഉപയോഗ്യശൂന്യവും, ഹുസൂർ പറയുന്നു, ഉപയോഗ്യശൂന്യവും അനാവശ്യവുമായ ഒന്നിനെ ദൈവം എന്ന് വിളിക്കാൻ സാധിക്കുന്നതല്ല. പറയുന്നു, അഥവാ ഒരു ദൈവം എല്ലാം സൃഷ്ടിക്കുകയും സൃഷ്ടിച്ചതിൻ്റെ എല്ലാ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് അസ്തിത്വവുമായി ബന്ധം വെക്കേണ്ട ആവശ്യമെന്നുണ്ട്. അല്ലാഹു സമദ് എന്നതിൽ തൗഹീദിൻ്റെ തെളിവാണ് നൽകിയിരിക്കുന്നത്. തുടർന്ന് ഹുസൂർ പറയുന്നു, ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് അല്ലാഹു സമദ് ആണ്, അവൻ യാതൊന്നിൻ്റെയും ആവശ്യമില്ല എന്നത് വെറും ഒരു ദാവ മാത്രമാണ്. അതിന് തെളിവൊന്നുമില്ല. കാരണം അവനെ നമ്മൾ നേരിട്ട് കാണുന്നില്ല. അവൻ്റെ പ്രവൃത്തിയിൽ അവന് സഹായമുണ്ടോ എന്ന് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് അവൻ സമദ് ആണോ അല്ലയോ എന്നതിൽ സംശയമുണ്ട് എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഹുസൂർ പറയുന്നു, അതിന് ഒരേ മറുപടിയുള്ളൂ. അതായത് ലോകത്തിലെ സർവ്വതിനും അള്ളാഹുവിൻ്റെ ആവശ്യമുണ്ട്, ഒരു സഹായിയുടെ ആവശ്യമുണ്ട് എന്ന കാര്യം നമ്മൾ തെളിയിച്ചു കൊടുക്കുക.
അതായത് ലോകത്തിലെ സർവ്വതിനും അള്ളാഹുവിൻ്റെ ഒരു സഹായിൻ്റെ ഒരു നാഥൻ്റെ ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന് യാതൊന്നിൻ്റെയും ആവശ്യമില്ല എന്ന കാര്യം സ്വയം തന്നെ തെളിയുന്നതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വിവരിക്കുന്നതാണ്.